അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ സുപരിചിതമായ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കെദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. വേദപുസ്തകവുമായിട്ട് അല്പെങ്കിലും അടുപ്പമുള്ളവർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടുവാനിടയായിത്തീരും. അല്ലാത്തവർ കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ വചനധ്യാനം പോകുന്നത്. ഇത് ധന്യനായ പൗലോസിലൂടെ വെളിപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിന്റെ ജീവിതം പഠിക്കുമ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഇന്നാണ് യന്ത്രം പിടിപ്പിച്ച കപ്പൽ, അന്നൊക്കെ പായ്ക്കപ്പലാണ്. കാറ്റടിക്കുന്ന ദിശയിലേക്കാണ് കപ്പൽ പോകുന്നത്. പൗലോസിന്റെ ജീവിതം പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുന്ന ഒരു പായ്ക്കപ്പൽ പോലെയായിരുന്നു. സ്തോത്രം. എപ്പോഴും നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യൻ മരിക്കുന്നു. അവനെ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് അടക്കം ചെയ്തിട്ട് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. പക്ഷെ അവിടെ തുടങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നമ്മളെ സ്വാധീനീകരിക്കുന്ന 3 ശക്തികളുണ്ട്. 1 ജഡത്തിൻ്റെ ശക്തി, 2 പിശാചിൻ്റെ ശക്തി, 3 ദൈവത്തിൻ്റെ ശക്തി. പൗലോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പൗലോസിനെ നയിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറയുക, നിങ്ങൾ ഓരോരുത്തരെയും നയിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ജഡത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സദൃശവാക്യത്തിൽ വാക്യമുണ്ട്, ഒരുവന് തൻ്റെ വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ ഒടുവോ മരണവഴിയായിരിക്കും. സ്തോത്രം. അപ്പം ജഡത്തിൽ ചിന്തിച്ചാൽ, ജഡപരമായ ശബ്ദത്തിലൂടെ പോയിക്കൊണ്ടിരുന്നാൽ അവൻ പരാജയത്തിലെത്തുമെന്നുള്ള ഉറപ്പാണ്. അവൻ്റെ യാത്രയിൽ പിശാചിൻ്റെ ശക്തിയിലൂടെ അവൻ യാത്ര ചെയ്യുന്നെങ്കിൽ അവനും പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവവൈതനെ എപ്പോഴും നിയന്ത്രിക്കേണ്ടത് ജഡവും പിശാചുമല്ല, ദൈവം നിയന്ത്രിക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്നതൊന്ന് കൈ കൊടുത്ത് പറ, നിങ്ങളെ ദൈവം നിയന്ത്രിക്കണമെന്ന് പറ. സ്തോത്രം. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുക, 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടവനാ പൗലോസ്. സ്തോത്രം. ശരീരത്തോടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ഒരു ദൈവവൈതൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തെ മുറ്റുമായി നയിക്കേണ്ടത് അവനിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവായിരിക്കണം. സ്തോത്രം. ഇന്നിവിടെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ ജഡമണ്ഡലം പൊട്ടണം, ഇന്ന് ആ പൈശാചിക മണ്ഡലം പൊട്ടണം. നിന്റെ ചിന്താമണ്ഡലം തൊട്ട് ആത്മാവ് നിയന്ത്രിച്ചു തുടങ്ങണം. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ പ്രസംഗം. ഈ പൗലോസ്, സ്തോത്രം, നമുക്ക് ഒരു 16-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ ഇച്ചിരി മനസ്സിലാകും. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് വചനം പറയല്ലെന്ന് വിലക്കുവോ? ഇവിടെ ബൈബിളിൽ എഴുതിയേക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയാനാ കർത്താവ് പറഞ്ഞു. അപ്പൊ ചോദ്യം, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെന്നാ ബൈബിളിൽ. അതെന്നാ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഈ ദൈവം ഓരോന്ന് ചെയ്യാൻ ഓരോന്നിന് സമയം കണ്ടിട്ടുണ്ട്. സ്തോത്രം.
നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവം അവർ രക്ഷിക്കപ്പെടാനുള്ള ഒരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേ അവർക്ക് നീ പറയുന്ന വചനത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ ആസിയയിൽ ഇപ്പൊ പോകണ്ട, അവിടോട്ടല്ല നിന്നെ നയിക്കുന്നേ. നീ ചിന്തിക്കാത്ത മറ്റൊരിടത്തോട്ട് നിന്നെ ആത്മാവ് നയിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പം എൻ്റെ കുടുംബത്തിൽ പ്രായം ചെന്നൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഉപദേശിയ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു നീണ്ട വർഷങ്ങൾ ഞാൻ അപ്പച്ചനും അപ്പച്ചൻ്റെ ഇളയ മോനും കൂടെ വന്നേ. നീണ്ട വർഷങ്ങൾ ഞാൻ ഈ വചനം പ്രസംഗിച്ചിട്ട് കിട്ടാത്ത കാര്യമാണോ നിനക്ക് ബോംബെയിലെങ്ങാണ്ട് പോയപ്പം കിട്ടിയെന്ന് പറയുന്നേ? അല്ലെ, ബോംബെ വെച്ചാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, അഭിഷേകം എന്ന് പറയുന്നത് എവിടാ ബൈബിളിൽ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പോസ്തലപ്രവൃത്തി മൊത്തം അഭിഷേക. ഞാനിവിടെ പറയാൻ വന്ന ദൂത് ആസിയിൽ ഒരിക്കലും വചനം പറയലെന്നല്ല, ഇപ്പോൾ അതിൻ്റെ സമയമല്ല. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആസിക്ക് പോകുന്നത് എന്ത് ചെയ്തു? വിലക്കി. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് വിലക്കി. ആസിയെ പോയി ഇപ്പൊ പറയണ്ട. നിങ്ങൾ പല പ്രാവശ്യം കൺവെൻഷൻ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഓർക്കും, ഈ ഉപദേശം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഈ ദൈവപ്രവൃത്തി കണ്ട് രക്ഷിക്കപ്പെടുവെന്ന്. പണ്ട് സ്തോത്രം ധനവാനായ ഒരു മനുഷ്യന്റെ കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ മരിച്ച് നരകത്തിൽ ചെന്നപ്പം പുള്ളി മേപ്പോട്ട് നോക്കിയപ്പം തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കിടന്ന ലാസർ എന്ന് പറയുന്ന പുള്ളി അബ്രഹാമിൻ്റെ മടിയിലിരിക്കുക. സ്തോത്രം. അപ്പം താഴെ കിടക്കുന്ന ലാസർ ധനവാൻ പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, അവൻ്റെ കൈയുടെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ അവനെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് വിടണേ. ഉടനെ അബ്രഹാം പിതാവ് പറയുക, സ്തോത്രം, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും സർവീസ് ഇല്ല. സ്തോത്രം. അവിടെ ചെന്നാൽ അവിടെ, ഇവിടെ വന്നാൽ ഇവിടെയോ, പിന്നെ മാറ്റമില്ല. നരകത്തിൽ ചെന്നിട്ട് രക്ഷിക്കപ്പെടാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്, ചുമ്മാതാ, അന്ന് രക്ഷയില്ല. നല്ലൊരാമ്യം വരുന്നില്ല. ഉടനെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ആ പറയുന്ന കാര്യം ഇച്ചിരി ഗഹനമായ കാര്യമാണ്. ആമീൻ. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാന്ന് എൻ്റെ അടുക്ക വിട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ കാര്യം പോക്കാം, എന്നാൽ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്കെങ്കിലും ഒന്ന് വിടണം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, സ്തോത്രം, ആമീൻ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവര് പറയുന്നത് നിന്റെ സഹോദരങ്ങൾ വിശ്വസിച്ചാ മതി. ഇനി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അവര് വിശ്വസിക്കത്തില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. സ്തോത്രം. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ആസിയിലോട്ട് ഇപ്പൊ വചനം പറയേണ്ടെന്ന് ആര് വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കി. ഇനി നമുക്ക് അതിന്റെ താഴത്തെ വാക്യത്തിലൂടെ നമുക്ക് വരാം. വാക്യം 7. മുസ്രയിൽ എത്തി മിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. മിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഈ നാട്ടുകാരുടെ സമ്മതമൊക്കെ എടുത്ത് വല്ലതും ചെയ്യാൻ കൊതിക്കുന്നവരൊക്കെ ഈ വാക്യം 2 ആവർത്തി വായിക്കണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സമ്മതമല്ലാത്തൊരു സമ്മതം ദൈവത്തിൽ നിന്ന് കിട്ടണം. വേണ്ട, മിണ്ടുന്നില്ല. ചിലരൊക്കെ നിനക്കെതിരെ പുലമ്പിയിട്ടും നീ മിണ്ടാതിരിക്കുന്നതിൻ്റെ രഹസ്യം മേളിൽ നിന്ന് ഒരുവന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുന്നവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് മനസ്സിലാക്കുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താൽ